എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 23-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ തം നാരദസ്തു സമമംഗിരസാദയാലു സംപ്രാപ്യ താവതുപദർശ്യ സുതസ്യ ജീവം കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിരാ വിമോഹം തെക്ത്വാ ത്വദർച്ചന വിധൗ നൃപതിം യയുങ്ക്ത. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. നാരദസ്തു ദയാലു, ദയാലുവായ നാരദനാകട്ടെ. താവത് സമമംഗിരസ്യ, താവത് അംഗിരസ സമം തം, അപ്പോൾ അംഗിരസ്സു മഹർഷിയോടുകൂടി ഈ നാരദ മഹർഷി വന്നു. സംപ്രാപ്യ അടുത്തേക്ക് ചെന്നു. ആരുടെ? മോഹാലസ്യപ്പെട്ട് വീണ ചിത്രകേതു രാജാവിൻ്റെ. ഉപദർശ്യ സുതസ്യ ജീവം, ഉപദർശ്യ കാണിച്ചു കൊടുത്തു. ആരെ? സുതസ്യ മകൻ്റെ ജീവം, ജീവന്. അപ്പോ ഈ ജീവൻ ചോദിക്കുക, കസ്യാസ്മി പുത്ര, കസ്യ പുത്ര അസ്മി, ഞാൻ ആരുടെ പുത്രനാണ്? ഇതി തസ്യ ഗിര, ഇങ്ങനെയുള്ള ആ ജീവന്റെ വാക്ക് കേട്ട് വിമോഹം തെക്ത്വാ, സങ്കടം വെടിഞ്ഞു, അതായത് മായയിൽ നിന്നൊക്കെ മോചിതനായി. ത്വദർച്ചന വിധൗ, അങ്ങയെ അർച്ചിക്കുന്നതിൽ മാത്രം മുഴുകി. ആര്? നൃപതി, ചിത്രകേതു എന്ന രാജാവ്. ന്യയുങ്ക്ത, പിന്നീട് അദ്ദേഹത്തെ നിയോഗിച്ചു എന്നാ പറയുന്നത്. അതായത് ഭഗവാൻ തന്നെ അദ്ദേഹത്തിന് ഭഗവത് സ്മരണയും അർച്ചനയും ഉണ്ടാക്കി കൊടുത്തു. അർച്ചന ചെയ്യാനുള്ള ഒരു മനസ്സ്, അതിൽ മുഴുകി അദ്ദേഹം. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ദയാലുവായ നാരദൻ അംഗിരസ്സു മഹർഷിയൊത്ത് ചിത്രകേതുവിനരികിൽ വരികയും മരിച്ചുപോയ പുത്രനെ ജീവനോടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതായത് ആ മരിച്ചുപോയ പുത്രന്റെ ജീവനെ യോഗബലത്താൽ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ കുട്ടി ചോദിക്കുകയാണ്, ഞാൻ ആരുടെ പുത്രനാണ്? ജീവാത്മാവിന് മാതാപിതാക്കളില്ല. ആ ജീവന്റെ വാക്കുകൾ കേട്ടപ്പോൾ ചിത്രകേതു മായയിൽ നിന്ന് മുക്തനായി അങ്ങയെ അർച്ചിക്കുന്നതിൽ മാത്രം മുഴുകി. ഈ ശ്ലോകം ഭാഗവതം 6-ാം സ്കന്ധത്തിലെ 15-ാം അധ്യായമാണ് ചുരുക്കി വെച്ചിരിക്കുന്നത്. ജീവനെ കാണിച്ചു കൊടുത്ത് ആ ജീവനെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് 16-ാം അധ്യായത്തിന്റെ ആരംഭത്തിലാണ്. അതായത് കഴിഞ്ഞ ശ്ലോകം പറഞ്ഞപ്പോൾ ചിത്രകേതു മഹാരാജാവ് ബോധം കെട്ടു വീണു, കുട്ടിയെ പത്നിമാർ വിഷം കൊടുത്ത് കൊന്നപ്പോൾ എന്നുവരെയാണ് പറഞ്ഞ്. ഇതറിഞ്ഞ ബോധം കെട്ട് വീണ രാജാവ് ആര് കാരണ ഈ കുട്ടിയെ കിട്ടിയത്? അംഗിരസ് മഹർഷി കാരണം. അപ്പോൾ ഇദ്ദേഹം ബോധം കെട്ടു, ആ കുട്ടിയെ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എന്ന് മനസ്സിലാക്കിയ ആ മഹർഷിയും നാരദ മഹർഷിയും കൂടി ഈ രാജാവിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വന്നു. മരിച്ചു കിടക്കുന്ന ആ മകന് യോഗവിദ്യ കൊണ്ട് ജീവൻ നൽകുകയാണ് നാരദ മഹർഷി. എന്നിട്ട് പറയാണ്, അല്ലയോ ജീവാത്മാവേ, ഈ ശരീരത്തിൽ തന്നെ വസിച്ച് ദുഃഖിതരായ അച്ഛനമ്മമാരെ സന്തോഷിപ്പിച്ച് സുഖങ്ങളെല്ലാം അനുഭവിച്ച് ഇവിടെ ജീവിച്ചോളൂ എന്ന്. പക്ഷേ ആ ജീവനപ്പോൾ ചോദിക്കുന്നത് എന്താ? ഞാൻ ആരുടെ പുത്രനാണ്? ഇതുപോലെ ഒരുപാട് അച്ഛനമ്മമാർ എനിക്കുണ്ടായിട്ടുണ്ട്. അവരെല്ലാം പുത്രദുഃഖം അനുഭവിക്കുന്നവരല്ലേ? അപ്പോൾ അവരെല്ലാം എനിക്ക് ഒരുപോലെയല്ലേ? ആരെയാ ഞാൻ ആശ്വസിപ്പിക്കേണ്ടത് എന്ന്. ഇത് കേട്ടപ്പോൾ ചിത്രകേതു മഹാരാജാവിന് മനസ്സിലാവുകയാണ് ഇതൊക്കെ മായയാണ് എന്ന്. അജ്ഞാനജന്യമായ എല്ലാ ദുഃഖങ്ങളും വെടിഞ്ഞ് താൻ ഭഗവാനെ തന്നെ ഭജിക്കാം എന്ന് തീരുമാനിച്ചു. അല്ലെങ്കിൽ ഈ മഹർഷിമാർ രണ്ടുപേരും രാജാവിന് ആ ഉപദേശം കൊടുത്തു. അങ്ങനെ ഈ ചിത്രകേതു രാജാവ് നാരദ മഹർഷിയോട് ഉപദേശം വാങ്ങി തപസ്സു ചെയ്ത് വിദ്യാധര ചക്രവർത്തിയായി തീർന്നു.
വീണ്ടും തപസ് തുടരുകയാണ്. ഹരേ കൃഷ്ണ.